ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യം 70ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓണത്തിന് വനിതാ സംഘങ്ങൾക്ക് 100 കോടി രൂപ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യുമെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാള പരനാട്ടുകുന്നിൽ കലുങ്കിന് കൈവരിയില്ലാത്തതുമൂലം അപകടങ്ങൾ പതിവാകുന്നു. വാർത്തകൾ വിശദമായി. രാജ്യം 70ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഒരു റിപ്പോർട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 69 വർഷം പിന്നിട്ട് 70ാം പിറന്നാളിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യ. 7 ദശാബ്ദക്കാലം സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുവാനും ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ ഭരണം നിലനിർത്താനും നമുക്ക് സാധിച്ചു. രാജ്യത്തിൻ്റെ ഐക്യവും മഹത്വവും ഉദ്ഘോഷിക്കുന്ന ത്രിവർണ്ണ പതാക അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുമ്പോൾ അതിൻ്റെ കീഴിൽ അഭിമാനഭരിതരായി നിൽക്കുന്ന ജനകോടികൾക്ക് സാമ്പത്തിക ഐശ്വര്യവും രാഷ്ട്രീയമായ സുസ്ഥിരതയും ചെറിയ വിഭാഗത്തിന് പോലും സുരക്ഷിതത്വബോധവും ലഭിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം സമ്പൂർണ്ണമാവുക. നമ്മുടെ ജനാധിപത്യവും രാജ്യവും നേരിടുന്ന വെല്ലുവിളികൾ നാം കാണാതെ പോകരുത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന സ്വാതന്ത്ര്യകാല ലക്ഷ്യം ഇനിയും നമുക്ക് സാധ്യതമായിട്ടില്ല. സ്വാതന്ത്ര്യവും ജനാധിപത്യവും രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും സുരക്ഷിതത്വവും പങ്കാളിത്ത ബോധവും പകരുന്ന അന്തരീക്ഷത്തിൽ സാർത്ഥകമാകൂ. മതേതരത്വം സംരക്ഷിക്കുന്ന വിവേചനങ്ങളും അസഹിഷ്ണുതയും പൊറുക്കാത്ത ഒരു ഭരണമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ കാവൽ ആകുക. അത് സംലഭ്യമാക്കാനുള്ള പ്രതിജ്ഞ ഈ സ്വാതന്ത്ര്യദിന വാർഷികത്തിൽ രാജ്യത്തുണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക്, മാള കേബിൾ വിഷൻ. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നടന്ന വിവിധ പരിപാടികൾ. മാള പഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ PK സുകുമാരൻ പതാക ഉയർത്തി. ബിന്ദു ബാബു, രാധാ ഭാസ്കരൻ, ഷെയ്ഖ് ബാബു, TS സുഖിൽ, AK മോഹനൻ, PS ശ്രീജിത്ത്, വർഗീസ് വടക്കൻ, ജൂലി ബെന്നി, അമ്പിളി തിലകൻ, IS മനോജ്, ശ്രീകാന്ത് PS തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ വടക്കുമുറി ഗവൺമെൻറ് LP സ്കൂളിൽ വർണ്ണശബളമായ റാലിയോടെ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രച്ഛന്ന വേഷത്തോടെയും മാസ്റ്ററിലും ദേശഭക്തി ഗാനത്തോടെയും നടന്ന ചടങ്ങിൽ PK സഫിയ, TK ഉണ്ണികൃഷ്ണൻ, KC പ്രസാദ്, യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജൈവ പച്ചക്കറി തോട്ടത്തിന് വിത്തിറക്കൽ കർമ്മം നടത്തി. മാള ഗവൺമെൻറ് മോഡൽ പ്രൈമറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പതാക ഉയർത്തി. വാർഡ് മെമ്പർ ശോഭ സുഭാഷ്, പ്രധാന അധ്യാപിക കോമളവല്ലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സ്വാതന്ത്ര്യവും അതുപോലെ ഇന്ത്യയുടെ
ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദേശീയ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മറ്റ് അധ്യാപകരെ, കുടുംബശ്രീ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ 70ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മൾ ഇതിൻ്റെ ഫലമായിട്ട് വളരെ സമരങ്ങൾ നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ജീവൻ തന്നെ ഏതൊരു മുക്കിലും മൂലയിലും ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ചടങ്ങ് നടന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ട കാലഘട്ടമാണ്. സ്വാതന്ത്ര്യം കിട്ടി എന്നിരുന്നെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം പല കയ്യിലേക്ക് പോയി കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാം. കാരണം വെച്ചാൽ തീവ്രവാദികളും വർഗീയവാദികളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കൈയടക്കുന്നൊരവസ്ഥയിലേക്ക് പോയില്ലേ എന്നൊരു സംശയം എടുത്ത് പറയേണ്ടത്. നമ്മൾ പത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഭീകരപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോയോ എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. എനിക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ 2ാമതൊരു സ്വാതന്ത്ര്യ സമരത്തിന് നമ്മളെല്ലാവരും തയ്യാറാവേണ്ട അവസ്ഥയിലേക്ക് ആണ് ഇന്ത്യയുടെ ഇന്നത്തെ പോകുന്നത്. പല ഭരണാധികാരികളും സ്വന്തം താല്പര്യത്തിന് വേണ്ടി പുത്തഞ്ചിറ പഞ്ചായത്ത് 12ാം വാർഡ് കൊമ്പത്തുകടവ് ചൈതന്യ അംഗൻവാടി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത് ലാൽ പതാക ഉയർത്തി. ബ്ലോക്ക് മെമ്പർ CS സുബീഷ്, ശ്രീദേവി, മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും സ്വാതന്ത്ര്യദിന റാലിയും നടത്തി. എൻ്റെ പേര് വെള്ളാങ്ങരൂർ ബ്ലോക്ക് മെമ്പർ സുബീഷ് അവർക്ക് എൻ്റെ പേരിലും ഈ അംഗൻവാടിയുടെ ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും തൊഴിലുറപ്പ് പറഞ്ഞുകൊള്ളുന്നു. കമ്മിറ്റി അംഗങ്ങള്, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങള് ഞങ്ങളെ വളരെ വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ധോണി, എല്ലാവരെയും പേരെടുത്ത് സന്തോഷം, എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ശിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ എത്തിച്ചേരാനുണ്ട്. വന്നിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെ, അതായത് ഈ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിലേക്ക് ഞാൻ പ്രത്യേകം നിങ്ങളെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ സ്വാതന്ത്ര്യ ദിന പരിപാടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് രാജ്യത്തിൻ്റെ 70ാം സ്വാതന്ത്ര്യ ദിനവും 69ാം പിറന്നാളുമാണ് നാം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ചിലയിടത്ത് 69 പറയും, ചിലയിടത്ത് 70 പറയും. 70 എന്ന് പറയുമ്പോൾ 47-ൽ 1 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം 70ാമത്തെയായി. 47-ൽ 48-ൽ 1 എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 1ാം പിറന്നാൾ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ 69ാം സ്വാതന്ത്ര്യ ദിനമാവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, 70 വർഷം പിന്നിട്ട നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ 1 കോടിയോ 2 കോടിയോ ജനങ്ങളല്ല, 130 കോടിയിലധികം വരുന്ന ജനങ്ങൾ നാനാത്വത്തിൽ ഏകത്വമായി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു കാര്യം? നമുക്കറിയാം, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വൈരാഗ്യവുമായി ജീവിക്കുന്ന ഒരു ജനതയല്ല നമുക്ക് ആവശ്യം. भारत माता की जय, 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 भारत माता की സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ നിഷ ബാലകൃഷ്ണനും CN സുധാർജുനും ചേർന്ന് പതാക ഉയർത്തി. MV സന്തോഷ്, നിത്യ പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
NSS കരയോഗം മടത്തുംപടിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. N. നാരായണൻകുട്ടി, ഉണ്ണികൃഷ്ണൻ, ശ്രീദേവി കൃഷ്ണൻകുട്ടി, മാലതി കാർത്തികേയൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭാരത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പ്രശ്നോത്തരി നടന്നു. പൊയ്യ പുളിപ്പറമ്പ് അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. സരോജ വേണുഗോപാലൻ പതാക ഉയർത്തി. ഏലമ്മ ടീച്ചറും കുട്ടികളും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പതാക ഉയർത്താം. എന്തിട്ട് കാണിക്കണം അവിടെ ചങ്ങായിസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൊടവത്തുകുന്നിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ പായസ വിതരണം നടത്തി. വിഷ്ണു MV, അമൽ ഡേവിസ്, അഭിമന്യു CS എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൻ്റെ സപ്തതി ആഘോഷത്തിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലം യുവമോർച്ച തിരംഗയാത്ര സംഘടിപ്പിച്ചു. മാള വലിയ പറമ്പിൽ നിന്ന് തുടങ്ങിയ യാത്ര KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. MG പ്രശാന്ത്ലാൽ, KS അനൂപ്, TU ബിനിൽ, കൃഷ്ണൻ പാണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വലിയ പറമ്പിൽ നിന്നും തുടങ്ങിയ യാത്ര മണ്ഡലം ചുറ്റി പുത്തഞ്ചിറയിൽ സമാപിക്കും. നമുക്കറിയാം, ഇന്ന് ഭാരതത്തിൽ വിഘടനവാദികളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മാറി മാറി വരുന്ന ഭരണമുന്നണിയുടെ അവരുടെ വളക്കൂറിൽ വളരുന്ന ഇവിടുത്തെ തീവ്രവാദ രാഷ്ട്രീയത്തെ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ ആ ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ തീവ്രവാദത്തിൻ്റെ അടിവേരറുക്കുന്ന ഒരവസരമാണ് ഇന്ന് നമ്മുടെ ജമ്മു കാശ്മീരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഘടനവാദികൾ പാകിസ്ഥാനിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി ഇന്ന് ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ എല്ലാവിധ ആശംസകളോടുകൂടി കാശ്മീരിൽ നടത്തുമ്പോൾ അതിൻ്റെ വേര് കേരളത്തിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേരാണ് IS എന്ന പുതിയ ഒരു സംഘടന. അതിൽ നിന്നും നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സമുദായത്തിൽപ്പെടുന്ന ആളുകളെ ഈ ISLയുടെ മതം മാറ്റി ഇന്ന് നമ്മുടെ രാജ്യത്തിൽ വിഘടനവാദികൾ തലപൊക്കുന്നു. അതിനെതിരെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി, അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ പ്രസംഗിക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ രാഷ്ട്രപതി രാജ്യത്തിന് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞത്. മതേതരത്വം, ആ മതേതരത്വം ഒരു മതത്തിനെയും എതിരല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സന്ദേശം തിരംഗയാത്ര എന്ന് പറയുമ്പോൾ നടത്തിയിട്ടുള്ള ഒരു യാത്രയാണ്. ങ്ങളിലേക്ക് ഇന്ത്യയുടെ സന്ദേശം, ഭാരതത്തിന്റെ സന്ദേശയാത്ര ഈ മണലിക്കാട് അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വക്കച്ചൻ കുരിശിങ്കൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ടീച്ചർമാരും കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് മധുരം വിതരണം ചെയ്തു.
RVLP സ്കൂൾ കുരുവലശ്ശേരി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ബിജു ഉറുമീസ് പതാക ഉയർത്തി. പ്രധാന അധ്യാപിക സീന ടീച്ചർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി കുട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുരം വിതരണം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ത്യയുടെ 70ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാള ഗ്രാമപഞ്ചായത്തിലെ സ്നേഹഗിരി 11ാം വാർഡിൽ നിലനിൽക്കുന്ന ഒരു പൊതുവിദ്യാലയം എന്നുള്ള നിലയിൽ വലിയവരമ്പ് RVLP സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാർഡിലെ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ സംഘടിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടാടുന്ന ഈ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ജീവത്യാഗം ചെയ്ത ഒട്ടനവധി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെപ്പോഴും തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതെന്ന ചോദ്യത്തിന് നമ്മൾ സാധാരണയായി പറയുന്ന മറുപടി തീർച്ചയായും ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര നായകരെയാണ്. പോയ സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ വലിയ കഷ്ടപ്പെട്ടനവധി ചരിത്രം നമ്മുടെ പിന്നിലുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കും. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആളുകളെ കൂടി ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കണം. ഈ വിദ്യാലയം വളരെയേറെ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാള യൂണിറ്റ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് PT പാപ്പച്ചൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി ശ്രീ TS മണി, ട്രഷറർ C മോഹനൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ പോൾ അഫ്രേം തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും JCI മാളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ടും രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന മഹത് സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടും ടൗൺ ചുറ്റി ബൈക്ക് റാലി നടത്തി. ആൽഫ പാലിയേറ്റീവ് കെയർ മാള ലിങ്ക് സെന്ററിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഡോക്ടർ KK അബ്ദുൾ സലാം പതാക ഉയർത്തി. സെക്രട്ടറി ബൈജു മണന്തറ, AA അഷറഫ്, നിസ അഷറഫ്, അസീസ് മാള, ഡോക്ടർ ടെനിസൺ ചാക്കോ, റസാഖ് മാസ്റ്റർ, ഇന്ദിര ശിവരാമൻ എന്നിവരും നിരവധി വോളണ്ടിയർമാരും പങ്കെടുത്തു. AIYF കുഴിക്കാട്ടുശ്ശേരി യൂണിറ്റ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി. CPI കുഴിക്കാട്ടുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി മോഹനൻ KD, ലോക്കൽ കമ്മിറ്റി അംഗം രമണി പുരുഷോത്തമൻ, ബിന്ദു ബേബി എന്നിവർ ആശംസകൾ നേർന്നു. അഭിജിത്ത് ബോസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി നിഖിൽ TS നന്ദി രേഖപ്പെടുത്തി. അമ്പഴക്കാട് ഗോകുലം നായർ കുടുംബയോഗത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. രാജീവ് പതാക ഉയർത്തി. ജയരാജ്, ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണം നടത്തി. കുഴിക്കാട്ടുശ്ശേരി സ്നേഹതീരം അയൽപ്പക്ക കൂട്ടായ്മ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്നേഹതീരം കവലയിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥൻ AC ചേനൻകുട്ടി പതാക ഉയർത്തി. AR ചന്ദ്രബോസ് സ്വാഗതം പറഞ്ഞു. KD മോഹനൻ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി രമണി പുരുഷോത്തമൻ, സുജിത് CS, ആര്യൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് മലയാങ്കുന്ന അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ബേബി പൗലോസ് പതാക ഉയർത്തി. ഇന്ദിരാകുമാരി, M സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നിർമ്മൽ C പാത്താടൻ പതാക ഉയർത്തി.
PT അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശ റാലി നടത്തി. AK ഹരിദാസൻ, ഷീബ ഷാജു, KK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഓണത്തിന് വനിതാ സംഘങ്ങൾക്ക് 100 കോടി രൂപ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യുമെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കുടൂർ SNDP ശാഖ പുതുതായി നിർമ്മിച്ച പ്രാർത്ഥനാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആഡിറ്റോറിയം പിന്നെ ബ്രഹ്മാവത്തിൻ്റെ പ്രയാസങ്ങളല്ല ഏതായാലും എതിർക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മുടെ സ്വഭാവമാണ്. ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പ്രവർത്തനിക്കാൻ നന്ദിപ്പെട്ടതെന്ന് പറയുകയാണ്. മൈക്രോ ഫിനാൻസിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. ആശയങ്ങളും നിലപാടുകളും മറന്ന് KM മാണിയെ കൂടെ കൂട്ടാൻ മുന്നണികൾ മത്സരിക്കുകയാണ്. അധികാരവും ഭരണവും മാറിയാലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവഗണന മാത്രമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായി. ബേബി റാം, SNDP മാള യൂണിയൻ പ്രസിഡന്റ് PK സാബു, സെക്രട്ടറി CD ശ്രീലാൽ, സംഗീത വിശ്വനാഥ്, രജീഷ് മാരിക്കൽ, KK ബിനു, TV ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. മാള പരനാട്ടുകുന്നിൽ കലുങ്കിന് കൈവരിയില്ലാത്തതുമൂലം അപകടങ്ങൾ പതിവാകുന്നു. കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി യാത്രയ്ക്ക് യോഗ്യമാക്കണമെന്ന് വാർഡ് മെമ്പർ TK ജിനേഷ് ആവശ്യപ്പെട്ടു. നാട്ടുകുന്ന് പമ്പിന്റെ തൊട്ടടുത്തുള്ള പാടത്ത് നിലനിൽക്കുന്ന കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് കാലങ്ങളായി. ഈ നാട്ടിലെ ഗ്രാമവാസികൾ ഗ്രാമസഭയിലും അതുപോലെ തന്നെ അയൽസഭയിലും നിവേദനങ്ങൾ സമർപ്പിച്ച് PW കൊടുത്തിട്ടും PWയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കാരണം ഇത് വളരെ വലിയ ഒരു അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പാലത്തിന് കലുങ്കിന് 2 സൈഡിലും കൈവരിയില്ല. റോഡിനേക്കാളും വീതി കുറഞ്ഞാണ് പാലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വാഹനമായി വരുന്ന ആളുകൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ അരികറിയാൻ പറ്റാതെ ആ കുഴിയിലേക്ക് വീഴുന്നൊരവസ്ഥയുണ്ട്. ഒരു ദുരന്തം കൺമുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥ വിശേഷം പരനാട്ടുകുന്ന് മേഖലയിൽ അതുപോലെ നല്ല സ്കൂളിൻ്റെ അവിടുത്തെ ഉണ്ട്. ഇത് MLAയുടെയും PW ഉദ്യോഗസ്ഥരെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി അവിടെ അപകടാവസ്ഥ നിലനിൽക്കുന്ന കോഷൻ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് വാഹന ഗതാഗതവും നാട്ടുകാരുടെ ജീവിതവും സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ PW ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതുകൊണ്ട് ഈ അനാസ്ഥ പിടിഞ്ഞ് ഉടനടി അവിടെ അപകടാവസ്ഥയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നടപടി എടുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാം. പുത്തഞ്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ അംഗത്വ വിതരണവും ലോഗോ പ്രകാശനവും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത്ലാൽ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ചെറാട്ട് പഠിച്ച സ്കൂള് നമ്മുടെ ഓലഷെഡൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പഠിച്ച സ്കൂളിൻ്റെ ഗതകാല സ്മരണകൾ എന്നും മനസ്സിൽ വളരെ ഓർമ്മപ്പെടുത്തലുകളായി നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയ തോതിൽ നല്ല നിലയിൽ നടത്തപ്പെടണം എന്നുള്ളത് കൊണ്ടും സുരേഷ് ചെറാട്ടാണെങ്കിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾ, അതുപോലെ ശശിചേട്ടൻ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സമയം ഒരിക്കലും പറയരുത്. നേരത്തെ ബാബുചേട്ടൻ വൈകി എന്ന ഒരു വാക്ക് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബുചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷേ അങ്ങനെ പറയാനുള്ള ഇട കൊടുക്കരുത് എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ശശിചേട്ടനോട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, സമയം ഒരിക്കലും വേണ്ട, പരിപാടികൾ നടന്നുകൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞു. പരമാവധി ആ സമയത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടും വൈകി വന്നു എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ദീർഘമായ കാര്യങ്ങൾ TK സുരേഷ് ബാബു, ES ശശിധരൻ, സുരേഷ് ചിറാട്ട്, ഹരീഷ് കുമാർ, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. മാള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാള ശ്രീ K കരുണാകരൻ മെമ്മോറിയൽ ആശുപത്രിയിലെ രോഗികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനു വേണ്ട സജ്ജീകരണങ്ങൾ നടത്തുകയും അതിനുവേണ്ട മെഷീൻ പ്രസിഡന്റ് ശ്രീ PT പാപ്പച്ചൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യറിന് കൈമാറുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ സജീവൻ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂടുവെള്ളം പ്രധാന അവരുകളെയും മറ്റു ഡോക്ടർമാരെയും എല്ലാവരെയും ഇവിടുത്തെ എല്ലാ രോഗികൾക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ എല്ലാവിധ ആശംസിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ നാം ഇന്ന് 70ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഭാരതത്തിലെല്ലായിടത്തും ഭാരതത്തിന് പുറത്തുള്ള ഭാരതീയരെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇങ്ങനെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ നേരത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഡോക്ടറും സൂചിപ്പിച്ചിരുന്നു, ഇവിടുത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം. അത് സാധാരണ വെള്ളവും അതോടൊപ്പം ചൂടുവെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്തു തരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളും കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും ഏകസ്വരത്തിൽ എല്ലാവരും അതിന് സമ്മതിക്കുകയും 2-3 ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സംഘടിപ്പിക്കാൻ. കുഴൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എരവത്തൂർ കുമ്പിടി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മൽ സി പാത്താടൻ ഉദ്ഘാടനം നിർവഹിച്ചു. BK വിജീഷ് അധ്യക്ഷത വഹിച്ചു. VS അരുൺരാജ്, NS വിജയൻ, MS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വലിയപറമ്പ് നേതാജി ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. AR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PC ഗോപി, KK രവി, PA ഷാനവാസ്, മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ കൊച്ചു ഗ്രാമത്തില് വലിയപറമ്പിന്റെ ഈ ഗ്രൗണ്ടില് നേതാജി ഫുട്ബോൾ അക്കാദമിയുടെ കീഴില് ഇങ്ങനെയുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിക്കൊണ്ട് മുഖ്യതിഥിയെ കളിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അണിനിരക്കുന്ന താരങ്ങൾ അനിൽ, ക്യാപ്റ്റൻ ബിജു, സഹജൻ, പ്രകാശൻ, ഗോൾ കീപ്പർ സുന്ദരൻ, ബാബു, ടീം മാനേജർ മണി MK. FC പൂപ്പത്തിക്ക് വേണ്ടി അണിനിരക്കുന്നവർ അനുഭവ്, പ്രക്ഷോഭ്, നിഖിൽ, ജിത്തു, യദു ഗോൾ കീപ്പർ, സൂരജ്, വിഷ്ണു, സച്ചു, അച്യുതൻ. മാള സെന്റ് ആന്റണീസ് സ്കൂളിലെ PTA നേതൃത്വത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. നിരവധി ടീമുകൾ ഷൂട്ടൌട്ടിൽ പങ്കെടുത്തു. KSEB അറിയിപ്പ്. KSEB പുത്തഞ്ചിറ സെക്ഷന്റെ കീഴിൽ വരുന്ന മങ്കിടി, കരിങ്ങച്ചിറ, കുന്നത്തേരി, പറയാങ്കുന്ന് എന്നീ പ്രദേശങ്ങളിൽ ഓഗസ്റ്റ് 16 രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം 70ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓണത്തിന് വനിതാ സംഘങ്ങൾക്ക് 100 കോടി രൂപ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യുമെന്ന് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാള പരനാട്ടുകുന്നിൽ കലുങ്കിന് കൈവരിയില്ലാത്തതുമൂലം അപകടങ്ങൾ പതിവാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.